ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട MG യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് നോക്കുക. കാരണം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സംശയവും കൂടാതെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഈ ഒരു മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ ഓർ നോഡൽ ഓഫീസർ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോഡൽ ഓഫീസറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ പ്രോഗ്രാംസിൻ്റെയും എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 2024 ലാസ്റ്റ് റാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾ ഈ ഒരു മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ രജിസ്ട്രേഷൻ എന്ന് കാണാം. അതിനകത്തൊന്ന് സ്റ്റുഡൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ സ്റ്റെപ്സുകളാണ് വരുന്നതെന്ന്. ഫസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേഷൻ ആണ്, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, അതുപോലെ അപ്ലോഡ് സർട്ടിഫിക്കറ്റ്സ്, ഫൈനൽ സബ്മിഷൻ. ഇത്രയും സ്റ്റെപ്സ് ആണ് വരുന്നത്. ആദ്യം തന്നെ വരുന്നത് അക്കൗണ്ട് ക്രിയേഷൻ ആണ്. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ +2ൻ്റെ രജിസ്റ്റർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇയർ ഓഫ് പാസിംഗ് ആണ്. 2025 പാസ് ഔട്ട് ആയവരാണെങ്കിൽ അത് കൊടുക്കുക. അതല്ല ഏത് വർഷമെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പേര് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അത് റീ എൻ്റർ ചെയ്യുക. ഇനി അടുത്ത ഒരു പാസ്വേഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് സെലക്ട് ചെയ്യാനായിട്ട് ക്രിയേറ്റ് മൈ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, പിന്നെ സ്മോൾ ലെറ്റേഴ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ടാവണം, നമ്പേഴ്സ് ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ നിങ്ങളത് സെറ്റ് ചെയ്ത് വെക്കുക. ഈ പാസ്വേഡാണ് നിങ്ങൾ ഫ്യൂച്ചർ യൂസിന് ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ആപ്ലിക്കേഷനോടൊപ്പം നിങ്ങൾ കൊടുക്കേണ്ട പാസ്വേഡാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാസ്വേഡ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീണ്ടും ആ സെയിം പാസ്വേഡ് കൺഫേം ചെയ്യുക. അടുത്ത സെക്ഷൻ സെലക്ട് ബോർഡാണ്. നിങ്ങൾ ഏത് ബോർഡായിരുന്നു, HSC ആണെങ്കിൽ അത്, VHSC ആണെങ്കിൽ അത്, ഏത് ബോർഡാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോർഡ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അത് വീണ്ടും റീസെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പറാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വേണം നിങ്ങൾ കൊടുക്കാൻ. നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ പേരൻസിൻ്റെ എങ്കിൽ പേരൻസിൻ്റെ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ. കാരണം ഇതിനകത്ത് ഡീറ്റെയിൽസ് SMS കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറായിട്ടുള്ളത് വരുന്നത് ഈ ഫോൺ നമ്പറിലേക്കാണ്. അതോടൊപ്പം തന്നെ താഴെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പം ഇമെയിൽ IDയും കൃത്യമായിട്ടുള്ളത് ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും കൂടെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി ആണ്. നിങ്ങൾ SC/ST ആണോ ജനറൽ ആണോ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വെരിഫൈ ദാറ്റ് യു ആർ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പരും നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ട് വരും. നെക്സ്റ്റ് പേജിലും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത പാസ്വേഡാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ ഫ്യൂച്ചർ യൂസിനായിട്ട് സേവ് ചെയ്ത് വെക്കുക. ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോഴും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഗോ ടു പേഴ്സണൽ ആൻഡ് അക്കാഡമിക് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അപ്ഡേറ്റ് ആയിക്കോളും. അടുത്ത് നിങ്ങളുടെ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കമ്മ്യൂണിറ്റി, കാസ്റ്റ്, സെക്സ്, അതുപോലെ നെയിം ഓഫ് ഫാദർ, നിങ്ങളുടെ ഫാദറിൻ്റെ പേര് കൊടുക്കുക. നമ്മുടെ നാഷണാലിറ്റി, അതുപോലെ നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ അടുത്തത് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്തത് പറയുന്നത്. നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ്, ഇപ്പോഴത്തെ അഡ്രസ്സ് എന്താണോ ആ ഒരു അഡ്രസ്സ് നിങ്ങൾ അവിടെ നെക്സ്റ്റ് സെക്ഷനിൽ കൊടുക്കുക. ഇനി ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് വേണമുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റ് അഡ്രസ്സ് തന്നെയാണെങ്കിൽ ആ ഒരു ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ, മറ്റേ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഇമെയിൽ ID ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളൂ. ഇനി അടുത്ത സെക്ഷൻ വെയിറ്റേജ് മാർക്സിൻ്റെ ആണ്. നിങ്ങൾ NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ SPC ഇങ്ങനെയുള്ള വെയിറ്റേജ് പോയിൻറ്റ്സ് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അടുത്ത അതുപോലെ തന്നെ സർവീസ്മെൻ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ. പിന്നെ ഇവിടെ നോക്കുക ഡു യു ഹാവ് സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, മിനിമം ഓഫ് റവന്യൂ, ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ, +2 ലെവൽ. ഇപ്പോൾ +2 ലെവൽ സർട്ടിഫിക്കറ്റുകളാണ് ഇതെല്ലാം വേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 10th അല്ല, +2 ലെവൽ സർട്ടിഫിക്കറ്റുകൾ വേണം വെയിറ്റേജ് പോയിന്റ്സ് ലഭിക്കാനായിട്ട്. അപ്പം സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അത് എന്താണ് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് കൊടുക്കുക.
ഇനി അടുത്തത് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ +2 ആണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇയർ ഓഫ് പാസിംഗ് അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സ്ട്രീം നിങ്ങൾ ഏതാണ്, സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ, ആ ഒരു സ്ട്രീം നിങ്ങളുടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് വരെ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നോ ആ സബ്ജക്ട്സ് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മാർക്ക് സെക്വേർഡ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിനും കിട്ടിയ മാർക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോൾ 200 ആണ്. അവിടെ 200 എന്നാണ് എല്ലായിടത്തും വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തെറ്റുകൂടാതെ മാർക്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക, തെറ്റ് വരുത്തരുത്. പിന്നെ മാർക്സ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാർക്സ് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഒരു ഇത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അറബിക്, തമിഴ്, സംസ്കൃത് ഇത് +2 ലെവലിലോ അല്ലെങ്കിൽ എന്താണ് SSLCയിലൊക്കെ പഠിച്ചതാണോ എന്നൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് പേജ് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് ആണ്. ഇവിടെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ വേണം നിങ്ങൾ ആദ്യം ഓപ്ഷനുകളായിട്ട് കൊടുക്കാൻ. ചില കുട്ടികൾ ചോദിക്കും മാർക്ക് തീരെ കുറവാണ്, അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് കോളേജുകളൊന്നും വെച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അപ്പോൾ ആദ്യം സെൽഫ് ഫിനാൻസ് കോളേജുകൾ വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മാക്സിമം ആദ്യം ഗവൺമെൻറ് കോളേജുകളൊക്കെ തന്നെ രണ്ട് മൂന്ന് കോളേജുകളെങ്കിലും നിങ്ങൾ മാർക്ക് കുറവുള്ളവർ ആദ്യത്തെ കോളേജുകളായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക, ഗവൺമെൻറ് കോളേജ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല മാർക്സ് ഉള്ളവർ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് തന്നെ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൊടുക്കുക. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം BSc കെമിസ്ട്രി ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തു, അവിടെ നിങ്ങൾ ഫസ്റ്റ് കോളേജ് കൊടുത്തത് ഗവൺമെൻറ് കോളേജ് തന്നെയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നിങ്ങൾ കൊടുത്തത് BSc കെമിസ്ട്രി, അടുത്ത് നിങ്ങൾക്ക് ഏത് കോളേജാണോ പോകാൻ താല്പര്യം നെക്സ്റ്റ് ഓപ്ഷനായിട്ട് അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് BSc കെമിസ്ട്രി തന്നെയാണ് അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ള കോളേജ് ഏതാണോ അത് കൊടുക്കണം. ഇങ്ങനെ ആദ്യം ഗവൺമെൻറ് കോളേജുകൾ കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും, നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് കോളേജ് ആയിരിക്കും അവരാദ്യം നോക്കുന്നത്. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കൊക്കെ വെച്ചിട്ട് ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കും. ആ ഒരു കോളേജിൽ കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ അവർ നിങ്ങൾ കൊടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നോക്കും. അപ്പം ആ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കും. അതില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റിൽ ലഭിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് കൊടുത്ത ആ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഓപ്ഷൻ മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇപ്പം ട്രയൽ അലോട്ട്മെൻറ്റിലല്ല, ട്രയൽ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എഡിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ കൊടുത്ത ഒന്നാമത്തെ ഓപ്ഷൻ്റെ കോളേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ആ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു കോളേജ് മാത്രമേ അലോട്ട് ചെയ്ത് എടുക്കുകയുള്ളൂ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് ഓപ്ഷന് താഴോട്ട് നിങ്ങൾ സെക്കൻഡ് മുതൽ കൊടുത്ത എല്ലാ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയിപ്പോകും. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടും. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് അലോട്ട് ചെയ്യാനായിട്ട് വേറെ കോളേജസ് ഇല്ല. കാരണം സെക്കൻഡ് മുതലുള്ള ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകുന്നത് കൊണ്ട് എന്താണ്, ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻവർഷങ്ങളിലൊക്കെ പല വിദ്യാർത്ഥികൾക്കും പറ്റിയിട്ടുള്ളൊരു പ്രശ്നമാണിത്. അതുകൊണ്ട് ആ ഒരു കാര്യം ഏറ്റവും താല്പര്യമുള്ള കോളേജസുകൾ മാത്രമേ അല്ലെങ്കിൽ കോഴ്സസ് മാത്രമേ നിങ്ങൾ ആദ്യത്തെ ഒരു 10 ഓപ്ഷൻസ് ആയിട്ടൊക്കെ കൊടുക്കാവൂ. അതിന് ശേഷമേ സെൽഫ് ഫിനാൻസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. ആഡ് മോർ ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ നിങ്ങൾ കൊടുത്ത മുഴുവൻ ഓപ്ഷൻസും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ റീസെറ്റ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം അവിടെ ക്ലിയർ ആവും. വീണ്ടും ഒന്നാമത് മുതൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷന് നേരെ, ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കളയണമെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഓപ്ഷന് നേരെ ഡിലീറ്റ് ബട്ടൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും, അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം സേവ് ഓപ്ഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് പേജ് പേയ്മെൻറ്റ് ഓപ്ഷൻ ആണ്. അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പേ നൗ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജിൽ
നിങ്ങൾ ഏത് പേയ്മെൻറ്റ് മോഡാണോ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. കാർഡ് വെച്ച് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതല്ല നിങ്ങൾ നെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. UPI വഴിയാണെങ്കിൽ ആ ഒരു രീതിയിൽ, ഗൂഗിൾ പേ ആ ഒരു രീതിയിലാണെങ്കിൽ അങ്ങനെ കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല നെറ്റ് സ്പീഡ് ഉള്ള ടൈമിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയെങ്കിൽ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ഫെയിൽഡ് ആയെങ്കിൽ അങ്ങനെ വരും. നിങ്ങൾ ഫെയിൽഡ് ആയാൽ പോലും നിങ്ങളുടെ പൈസ പോയിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. വീണ്ടും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവൂ കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ പേയ്മെൻറ്റ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ PDF ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 200 KB കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യുക, ഒരു ഫയൽ അത് സേവ് ചെയ്ത് വെക്കുക. ശേഷം ഇവിടെ +2 മാർക്ക് ലിസ്റ്റ് എല്ലാവരും കോമൺ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒന്നാണ്. അതല്ലാതെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അവരവർ ചെയ്യുക. മീൻസ് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, OBC വിഭാഗത്തിൽപ്പെടുന്നവർ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളവിടെ ചൂസ് ഫയൽ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കാസ്റ്റ്, SC/ST വിഭാഗത്തിലുള്ളവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ വ്യൂ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അപ്ഡേറ്റ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഫൈനൽ കൺഫർമേഷൻ പേജ് ആണ്. ഓക്കെ, അപ്പം ഫൈനൽ കൺഫർമേഷൻ പേജിൽ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ പേജിൽ കാണാൻ സാധിക്കും. അവിടെ ഓരോ സെക്ഷനിലും മീൻസ് പേഴ്സണൽ, അക്കാഡമിക്, അങ്ങനെ ഓരോ സെക്ഷനിലും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പേജിൽ പോയി നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിക്ലറേഷൻ ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പേജിൻ്റെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് നിങ്ങൾ എടുത്ത് സൂക്ഷിക്കണം. കാരണം നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനും കൂടെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രിന്റ് എടുത്ത് വെക്കാൻ മറക്കരുത്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ സ്റ്റെപ്പ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് സ്പോർട്സ് കോട്ടയിലേക്കും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും കൾച്ചറൽ കോട്ടയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്കുള്ളതാണ് നെക്സ്റ്റ്. അപ്പം അങ്ങനെയുള്ളവർ ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, ഡു യു വിഷ് ടു അപ്ലൈ ഫോർ സ്പോർട്സ് കൾച്ചറൽ PD കോട്ട എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള ആ ഒരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ S കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇനി സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത പേജിൽ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുക്കണം. നിങ്ങൾ ഓപ്ഷൻസും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിനും ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് അടുത്തത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ളതും. അപ്പം കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് എയ്ഡഡ് കോളേജസ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന എയ്ഡഡ് കോളേജസുകൾ നിങ്ങളവിടെ എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷൻ നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ പ്രത്യേകമായിട്ടായിരിക്കും വരുന്നത്. അത് നിങ്ങളുടെ മറ്റേ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ അല്ല വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ മെറിറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്ത അലോട്ട്മെൻറ്റ്സിൻ്റെ കൂടെ അല്ല കമ്മ്യൂണിറ്റി സ്പോർട്സ് കോട്ടയുടെ ഒന്നും റാങ്ക് ലിസ്റ്റ് വരുന്നത്. അത് പ്രത്യേകമായിട്ട് സൈറ്റിൽ വരും. ആ ഒരു ടൈമിൽ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് MG യൂണിവേഴ്സിറ്റി ഡിഗ്രിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്